വീണ്ടും ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സ്റ്റേറ്റ് ബാങ്ക് അഥവാ SBIയിലെ ഗ്രീൻ ചാനൽ കൗണ്ടറിൽ വെച്ചിരിക്കുന്ന മിനി ATMയിലേക്ക് നമ്മുടെ ATM കാർഡ് ഇൻസർട്ട് ചെയ്തുകൊണ്ട് എങ്ങനെ നമ്മുടെ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട ഇടപാട് വിവരങ്ങളുടെ ലിസ്റ്റ് അഥവാ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് എങ്ങനെ എടുക്കാമെന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. ഈ മിനി ATMയിലൂടെ ക്യാഷ് വിഡ്രോവല്, ക്യാഷ് ഡെപ്പോസിറ്റ്, ഫണ്ട് ട്രാൻസ്ഫർ പോലുള്ള ATMയിൽ പോയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന എല്ലാ ട്രാൻസാക്ഷനുകളും തന്നെ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പൊ ആ വീഡിയോകളൊക്കെ ഞങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകളെല്ലാം ഉൾപ്പെട്ട പ്ലേലിസ്റ്റിന്റെ തമ്പനയിൽ ഈ വീഡിയോയുടെ അവസാനം സ്ക്രീനിൽ വരുന്നതാണ്. അതിൽ പ്രസ് ചെയ്ത് യൂസ്ഫുൾ ആയ ആ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അപ്പൊ ഈ വീഡിയോയ്ക്ക് ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് കൊടുക്കുക, കാരണം നിങ്ങളുടെ ലൈക്ക് ഞങ്ങൾക്കൊരു പ്രോത്സാഹനമാണ്. അതുപോലെ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കൊക്കെ ഈ വീഡിയോ ഷെയറും ചെയ്യാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിൽ നിങ്ങൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യുമ്പോൾ ഞങ്ങളുടെ യൂസ്ഫുൾ ആയ വീഡിയോകൾ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എന്നാൽ ശരി, മിനി ATMയിലൂടെ എങ്ങനെ നമുക്ക് സ്റ്റേറ്റ്മെന്റ് എടുക്കാമെന്ന് നോക്കാം. SBIയുടെ ഗ്രീൻ ചാനൽ കൗണ്ടറിൽ വെച്ചിരിക്കുന്ന മിനി ATM ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യം നമ്മുടെ ATM കാർഡ് ഈ പൊസിഷനിൽ പിടിച്ചുകൊണ്ട് കീപാഡിന് താഴെയായി കാണുന്ന ഗ്യാപ്പിലൂടെ ഇങ്ങനെ പതുക്കെ വെച്ചുകൊണ്ട് ഇൻസർട്ട് ചെയ്ത് പ്രസ് ചെയ്യുക. അങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ കാർഡ് ഇത്ര ഭാഗം മാത്രമേ അകത്തേക്ക് കയറുകയുള്ളൂ. അപ്പം മെഷീനിൻ്റെ മാക്സിമം അറ്റം വരെ കാർഡ് കയറി കഴിഞ്ഞാൽ സ്ക്രീനിൽ ഇതുപോലെ ഓപ്ഷനുകൾ വരുന്നതാണ്. ഇപ്പോൾ സ്ക്രീനിൽ വന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ നമുക്ക് ആവശ്യമായ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഓപ്ഷൻ ഇല്ല. അത് വരണമെങ്കിൽ ആ സ്ക്രീനിൻ്റെ താഴെയായി ഒരു 4 ബട്ടണുകൾ കാണുന്നുണ്ടല്ലോ, അതിലെ മൂന്നാമത്തെ ബട്ടണിൽ നമ്മൾ പ്രസ് ചെയ്യണം. അപ്പോൾ സ്ക്രീൻ മുകളിലേക്ക് സ്ക്രോൾ ആവുന്നതാണ്. SBIയുടെ തന്നെ മറ്റൊരു മിനി ATMയിൽ ഈ മൂന്നാമത്തെ ബട്ടൺ രണ്ടാമത്തെ ബട്ടണായിട്ടാണ് കാണുക. എങ്ങനെയായാലും നമ്മൾ ATM കാർഡ് ഇൻസർട്ട് ചെയ്തതും തന്നെ വരുന്ന സ്ക്രീനിനെ മുകളിലേക്ക് നമ്മൾ കൊണ്ടുവരണമെങ്കിൽ ആരോ മാർക്ക് താഴെയുള്ള ഈ ബട്ടണിലാണ് നമ്മൾ പ്രസ് ചെയ്യേണ്ടത്. അത് ഇപ്പുറത്തായാലും അപ്പുറത്തായാലും അത് നോക്കി നമ്മൾ അതിൽ പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയാവും. നമ്മൾ ഈ ബട്ടണിൽ 4 തവണ പ്രസ് ചെയ്യുമ്പോൾ മിനി സ്റ്റേറ്റ്മെന്റ് എന്ന ഓപ്ഷൻ സ്ക്രീനിൽ സ്ക്രോൾ ആയിട്ട് ഇതുപോലെ മുകളിലേക്ക് വരുന്നതാണ്. അപ്പോൾ 5ാമത്തെ ഓപ്ഷനാണ് മിനി സ്റ്റേറ്റ്മെന്റ്. ഇപ്പൊ സ്ക്രീനിൽ മിനി സ്റ്റേറ്റ്മെന്റ് എന്ന ഓപ്ഷൻ തന്നെയാണ് ബ്ലാക്ക് കളറിൽ സെലക്ട് ആയി കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ കീപാഡിലുള്ള പച്ച ബട്ടണിൽ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മിനി സ്റ്റേറ്റ്മെന്റിന്റെ അടുത്ത സ്ക്രീൻ വരുന്നതാണ്. ഇനി അല്ലെങ്കിൽ 5ാമത്തെ നമ്പർ ആണല്ലോ മിനി സ്റ്റേറ്റ്മെന്റ് ആയിട്ട് സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കീപാഡിലുള്ള നമ്പർ 5ൽ പ്രസ് ചെയ്താലും നമുക്ക് മിനി സ്റ്റേറ്റ്മെന്റിന്റെ അടുത്ത സ്ക്രീൻ ഓപ്പൺ ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഇവിടെ കീപാഡിലെ പച്ച ബട്ടണിൽ തന്നെ പ്രസ് ചെയ്യുന്നു. ഇപ്പൊ സ്ക്രീനിൽ നമ്മുടെ ATM കാർഡിന്റെ പിന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാനാണ് കാണിച്ചിരിക്കുന്നത്. അതായത് നമ്മൾ ATM കാർഡിന്റെ പിൻ നമ്പർ എന്ന് പറയുമല്ലോ, ആ 4 അക്ക പാസ്വേഡ്, അത് ടൈപ്പ് ചെയ്ത് കൊടുക്കാനാണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ എൻ്റെ ATM കാർഡിന്റെ ആ 4 അക്ക പിന്ന് ഇതിന്റെ കീപാഡിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ പിന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കീപാഡിലുള്ള ആ പച്ച ബട്ടണിൽ തന്നെ വീണ്ടും നമ്മൾ പ്രസ് ചെയ്യണം. ഇപ്പൊ സ്ക്രീനിൽ പ്രോസസ്സിംഗ് ആകുന്നതായിട്ട് കാണിക്കുന്നു. അടുത്തതായി ട്രാൻസാക്ഷൻ അപ്രൂവ്ഡ് ആയതായും കാണിക്കുന്നു. അങ്ങനെ ട്രാൻസാക്ഷൻ അപ്രൂവ്ഡ് എന്ന് കാണിച്ചു കഴിഞ്ഞാൽ മെഷീനിന്റെ മുകൾ ഭാഗത്തുള്ള ഈ ഗ്യാപ്പിലൂടെ നമുക്ക് ആവശ്യമായ സ്റ്റേറ്റ്മെന്റിന്റെ പ്രിന്റ് ഇതുപോലെ പുറത്തേക്ക് വരുന്നതാണ്. അപ്പോൾ അത് നമുക്ക് ഇതുപോലെ കീറിയെടുക്കാം. നമ്മുടെ SBI അക്കൗണ്ടിലെ അവസാനത്തെ 10 ഇടപാടുകളുടെ വിവരങ്ങളാണ് ഈ പ്രിന്റിലൂടെ നമുക്ക് ലഭിക്കുക. അതിൽ ക്യാഷ് ക്രെഡിറ്റ് ആയതിന്റെയും ഡെബിറ്റ് ആയതിന്റെയുമായ വിവരങ്ങൾ ഉണ്ടായിരിക്കും. ആ 10 കാര്യങ്ങളിൽ നമ്മുടെ അക്കൗണ്ടിലെ ബാലൻസിന്റെ വിവരവും ഉൾപ്പെടുന്നതാണ്. ചില സമയത്തൊക്കെ നമുക്ക് ക്യാഷ് അക്കൗണ്ടിൽ കുറഞ്ഞതായിട്ട് തോന്നാറുണ്ടല്ലോ, അതായത് സംശയം വരാറുണ്ടല്ലോ. ശരിക്കും നമ്മൾ തന്നെയായിരിക്കും ക്യാഷ് വിഡ്രോ ചെയ്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ UPI ആപ്പുകളിലൂടെ നമ്മൾ ക്യാഷ് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടാവും, പക്ഷെ അത് നമ്മൾ മറന്നിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ സംശയം വരുന്ന സമയത്ത് ഈ പ്രിന്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ നമ്മൾ ആർക്കാണോ ക്യാഷ് അയച്ചത് അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പൊ ഈ സ്ലിപ്പിൽ ഏറ്റവും താഴെ ടോട്ടൽ ബാലൻസ് 0 എന്ന് കാണിച്ചിരിക്കുന്നു. പക്ഷെ അത് തെറ്റാണ്. എൻ്റെ അക്കൗണ്ടിൽ ക്യാഷ് ഉണ്ട്. അതെന്തോ സിസ്റ്റത്തിൽ വന്ന എറർ ആണെന്നാണ് ബ്രാഞ്ചിൽ പറഞ്ഞത്. അപ്പൊ അത് ശരിയാവുമ്പോൾ ആ ബാലൻസ് കറക്റ്റ് ആയിട്ട് ഇവിടെ കാണിക്കുമായിരിക്കും. ഇനി അല്ലെങ്കിലും ഈ മിനി ATMയിലൂടെ നമുക്ക് ബാലൻസ് നോക്കാം മറ്റൊരു ഓപ്ഷൻ കൂടി ഉണ്ട്. അതിന്റെ വീഡിയോയും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയും നിങ്ങൾക്ക് ആ പ്ലേലിസ്റ്റിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഇനി അതിന് മുകളിൽ 20/3/24 1000 രൂപ ATM വിഡ്രോവൽ ആയതായിട്ട് ഇവിടെ കാണിച്ചിരിക്കുന്നു. അതിൻ്റെ അടുത്തതായിട്ട് 224 രൂപ ട്രാൻസ്ഫർ ആയതായി കാണിച്ചിരിക്കുന്നു. ഞാൻ UPI ആപ്പ് വഴി ട്രാൻസ്ഫർ ചെയ്ത ക്യാഷാണത്. ഇനി അതിന് മുകളിലും ATM വിഡ്രോവൽ തന്നെയാണ്. അതിൻ്റെ അടുത്തതായിട്ട് 80 രൂപ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയതായി കാണിച്ചിരിക്കുന്നു. അതായത് അക്കൗണ്ടിലേക്ക് വന്ന ക്യാഷാണ്, അത് സേവിങ്സ് അക്കൗണ്ടിൻ്റെ ഇൻട്രസ്റ്റ് ആണ് വന്നിരിക്കുന്നത്. പിന്നെ അതിൻ്റെ മുകളിലൊക്കെ ട്രാൻസ്ഫർ ചെയ്തതും ATM വിഡ്രോവൽ ആയതുമായ ക്യാഷിൻ്റെ കാര്യങ്ങളാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ആയതും അതേപോലെ അക്കൗണ്ടിൽ നിന്ന് വിഡ്രോവൽ ആയതുമായ അവസാനത്തെ 10 ഇടപാടുകളുടെ വിവരങ്ങൾ ഈ സ്റ്റേറ്റ്മെൻറ്റിലൂടെ നമുക്ക് ലഭിക്കുന്നതാണ്.
അപ്പൊ ഈ രീതിയിലാണ് മിനി ATM-ലൂടെ നമ്മുടെ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ സാധിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും യൂസ്ഫുൾ ആയ മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നത് വരെ ക്യാമറാമാൻ സോണിയോടൊപ്പം മാർട്ടിൻ. ബൈ.